പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്റ്റാർ മണ്ഡലങ്ങളിലൊന്ന് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് മലബാറിലെ ബേപ്പൂർ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു തർക്കം ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല. മലബാറിലെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രം ബേപ്പൂരാണ്. ബേപ്പൂർ നമുക്കറിയാം, മലബാറിലെ ഏറ്റവും അടിയുറച്ച കമ്മ്യൂണിസ്റ്റ് കോട്ടയായിട്ടുള്ള നിയോജക മണ്ഡലം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ബേപ്പൂരാണെന്നുള്ള കാര്യത്തിൽ ആർക്കാണ് സംശയം? എത്രയോ ഡസൻ കണക്കിന് തെരഞ്ഞെടുപ്പുകളിൽ ബേപ്പൂരിൽ CPM മാത്രമേ ജയിച്ചിട്ടുള്ളൂ. അതും വലിയ ഭൂരിപക്ഷത്തിനാണ് ജയിച്ചിട്ടുള്ളത്. ആ മണ്ഡലത്തിൽ പിണറായി വിജയൻ എന്ന് പറഞ്ഞ അമ്മായിയപ്പൻ തൻ്റെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിനെ 2021 തെരഞ്ഞെടുപ്പിൽ അവിടെ കൊണ്ടുപോയി മത്സരിപ്പിച്ചു. അതിനു മുമ്പ് മുഹമ്മദ് റിയാസിനെ ലോക്സഭയിലേക്ക് എത്തിക്കാൻ പിണറായി വിജയൻ നോക്കിയിരുന്നു. അതിനു മുമ്പ് റിയാസ് അവിടെ കോർപ്പറേഷനിൽ മത്സരിച്ചിരുന്നു. എല്ലാം തോൽവിയായിരുന്നു ഫലം. ഇതിനിടയിൽ പിണറായി വിജയൻ്റെ മൂത്ത മകൾ വീണ വിജയൻ്റെ ഭർത്താവ് ഉദ്യോഗം എന്നുള്ളൊരു സ്ഥാനവും കൂടി മുഹമ്മദ് റിയാസിന് കിട്ടിയതോടുകൂടിയാണ് മുഹമ്മദ് റിയാസിന് ശുക്രൻ ഉദിക്കുകയും 2021 തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് റിയാസ് മലബാറിലെ ഏറ്റവും ഉറച്ച ചുവപ്പ് കോട്ടയായിട്ടുള്ള ബേപ്പൂരിൽ നിന്ന് അദ്ദേഹം മത്സരിക്കുകയും 2021 തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 29,000 വോട്ടിന് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമകൻ അവിടുന്ന് മത്സരിച്ച് നിയമസഭയിലെത്തുകയും ചെയ്തു. സ്വാഭാവികമായും ചുമ്മാ മത്സരിച്ച് നിയമസഭയിലേക്ക് അമ്മായിയച്ചൻ കൊണ്ടുവന്നതല്ലല്ലോ മരുമകനെ. ജയിപ്പിക്കാൻ വേണ്ടി നിർത്തി ജയിപ്പിച്ചതല്ലല്ലോ. ജയിപ്പിച്ച ഉടനെ തന്നെ നമ്മൾ കണ്ടതെന്താ? ജയിപ്പിച്ച ഉടനെ തന്നെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അമ്മായിയപ്പൻ മരുമകനെ മന്ത്രിയാക്കി എന്ന് പറഞ്ഞാൽ ചുമ്മാ മന്ത്രിയാക്കുകയല്ല ചെയ്തത്. മന്ത്രിസഭയിൽ ഏറ്റവും നല്ല 2 വകുപ്പുകൾ അമ്മായിയപ്പൻ മരുമകന് കൽപ്പിച്ചു കൊടുത്തു. ഒന്ന്, 10,000 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന പൊതുമരാമത്ത് വകുപ്പ് അമ്മായിയപ്പൻ മരുമകന് കൊടുത്തു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാന വകുപ്പായിട്ടുള്ള ടൂറിസം വകുപ്പും അമ്മായിയപ്പൻ മരുമകന് കൽപ്പിച്ചു കൊടുത്തു. അപ്പോൾ അമ്മായിയപ്പൻ എന്ത് ചെയ്തു? അമ്മായിയപ്പൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മരുമകനെ ഏറ്റവും ഉറച്ച കോട്ടയിൽ മത്സരിപ്പിച്ച് കഴിഞ്ഞപ്പോൾ ജയിച്ച് മന്ത്രിയാക്കി. അതിനിടയിൽ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് അമ്മായിയച്ചൻ മരുമകനെ കൊണ്ടുവന്നു. ആ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കും മരുമകനെ കൊണ്ടുവന്നു. അപ്പോൾ മരുമകനായതിനുണ്ടായ ഗുണം എന്താ? മത്സരിക്കാൻ പറ്റി, മത്സരിച്ച് ജയിച്ചു, മന്ത്രിയായപ്പോൾ ഏറ്റവും നല്ല 2 വകുപ്പുകൾ കൊടുത്തു. സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വന്നു. സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് വരാൻ യോഗ്യതയുള്ള 100 കണക്കിന് മേരകളുടെ മുകളിലൂടെയാണ് മരുമകൻ സെക്രട്ടേറിയറ്റിലെത്തിയത്. കാരണം അമ്മായിയച്ഛൻ്റെ ചവിട്ടടിയിലായിരുന്നല്ലോ പാർട്ടി. അപ്പോൾ അങ്ങനെയാണ് മരുമകന് സെക്രട്ടേറിയറ്റിലെത്താൻ കഴിഞ്ഞത്. ഇനി മരുമകനെ മത്സരിപ്പിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഒരുപാട് പരിണതപ്രജ്ഞരായിട്ടുള്ള നേതാക്കന്മാരെ 2 തവണ മത്സരിച്ചു എന്നും പറഞ്ഞിട്ട് അവരെല്ലാം ഒഴിവാക്കി. തോമസ് ഐസക്കിനെ ഒഴിവാക്കി, AK ബാലനെ ഒഴിവാക്കി, T സുധാകരനെ ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് പേരെ ഒഴിവാക്കിയിട്ടാണ് മരുമകനെ മത്സരരംഗത്തേക്ക് കൊണ്ടുവന്നത്. എന്തായാലും ഈ സ്ഥാനങ്ങളെല്ലാം കൊണ്ടുവന്ന് അവിടെ ഇരുത്തി. അതിനുശേഷം മരുമകനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായി. അമ്മായിയച്ഛൻ്റെ ഏറ്റവും നല്ല മന്ത്രിയായി മരുമകനെ മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അമ്മായിയച്ഛൻ 5 വർഷക്കാലത്തിനുള്ളിൽ നടത്തി. പക്ഷേ നിർഭാഗ്യവശാൽ ഒരു ആവറേജോ അല്ലെ ബിലോ ആവറേജോ മന്ത്രിയാകാൻ മാത്രമേ ഈ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസിന് കഴിഞ്ഞുള്ളൂ. പൊതുമരാമത്ത് വകുപ്പിൽ എന്തെങ്കിലും അദ്ദേഹം പ്രത്യേകിച്ച് ചെയ്തോ എന്ന് ചോദിച്ചാൽ ചെയ്തതായിട്ട് നമുക്കൊന്നും പ്രത്യേകിച്ച് കാണാൻ കഴിയുന്നില്ല. അപ്പോൾ ദേശീയപാതയുടെയൊക്കെ അവസ്ഥ നമ്മൾ കണ്ടതാണല്ലോ. അല്ലാതെ വേറെ ഒന്നും അയാൾ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. ടൂറിസം മേഖലയിൽ സ്വാഭാവികമായി കുറേ വളർച്ചയുണ്ടായി എന്നുള്ളതിനപ്പുറത്ത് ടൂറിസം മേഖലയിലും ഈ മരുമകന് ഒരത്ഭുതവും സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ല. മരുമകനായി തന്നെ 5 വർഷം പൂർത്തിയാക്കി. സ്വാഭാവികമായും മരുമകൻ അടുത്ത തവണ ബേപ്പൂരിൽ തന്നെ മത്സരിക്കും എന്നുറപ്പായിരുന്നു. അപ്പോൾ മരുമകൻ എന്തൊക്കെയോ വലിയ വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതൊന്നും അവിടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നില്ല. എന്തൊക്കെയോ പറഞ്ഞു, പക്ഷേ അവിടെ ഒന്നും നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ 2026 തെരഞ്ഞെടുപ്പിൽ മരുമകൻ മുഹമ്മദ് റിയാസ് ബേപ്പൂർ മണ്ഡലത്തിൽ
മത്സരിക്കാൻ ഇറങ്ങി. പക്ഷേ ബേപ്പൂർ മണ്ഡലം 2026 തെരഞ്ഞെടുപ്പിൽ ഒരു സ്റ്റാർ മണ്ഡലമായി മാറി. എന്താ കാരണം? മരുമകൻ അവിടെ മത്സരിച്ചാൽ മരുമകനെ തോൽപ്പിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ വളരെ നേരത്തെ തന്നെ, ഒരു രാഷ്ട്രീയ നേതാവ് വളരെ നേരത്തെ തന്നെ രംഗത്ത് വന്നു. ആ രാഷ്ട്രീയ നേതാവ് 2 തവണ നിലമ്പൂരിൽ നിന്ന് CPM-ൻ്റെ MLA ആയിരുന്നു. അതിനുശേഷം ആ MLA സ്ഥാനം രാജിവെച്ച് CPM-നോട് അംഗം വെട്ടാൻ ഉറച്ച PV അൻവർ എന്ന് പറഞ്ഞ ആ നേതാവാണ് മരുമകനെ തോൽപ്പിക്കും തന്നെ ബേപ്പൂരിൽ മത്സരിപ്പിച്ചാൽ എന്ന് വളരെ നേരത്തെ തന്നെ, എനിക്ക് തോന്നുന്നത് ഒരു ഡിസംബറോടുകൂടി തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആദ്യമൊക്കെ ചില സംശയങ്ങൾ UDF-നുണ്ടായിരുന്നെങ്കിലും UDF-നും പെട്ടെന്ന് ആ സംശയങ്ങളൊക്കെ മാറി PV അൻവറിനെ തന്നെ ബേപ്പൂർ ഇറക്കാം എന്ന് അവർ തീരുമാനിക്കുന്നതിന് വളരെ മുമ്പ് തന്നെ, ഏതാണ്ട് ജനുവരിയോടുകൂടി തന്നെ ബേപ്പൂരിൽ തൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം PV അൻവർ ആരംഭിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ബേപ്പൂർ എന്ന് പറഞ്ഞ മണ്ഡലം ഒരു സ്റ്റാർ മണ്ഡലമായി മാറിയത്. പിണറായി വിജയൻ്റെ മരുമകനും PV അൻവറും തമ്മിലുള്ള മത്സരം. അൻവർ അവിടെ മത്സരരംഗത്തേക്ക് വന്നപ്പോൾ മുതൽ തന്നെ മരുമോനിസം അവസാനിപ്പിക്കാനാണ് താൻ മത്സരിക്കുന്നതെന്നും പിണറായിസം അവസാനിപ്പിക്കാനാണ് താൻ പോരാടുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് PV അൻവർ അവിടെ രംഗത്ത് വന്നത്. വളരെ നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളൊക്കെ അദ്ദേഹം ആരംഭിച്ചു. അപ്പോൾ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു പ്രസ്താവന നടത്തി. എന്താ? താൻ ഈ തെരഞ്ഞെടുപ്പിൽ തോറ്റാൽ തലമുട്ടയടിച്ച് കടുക്കനും ഇട്ടുകൊണ്ട് കോഴിക്കോട് ടൗണിൽ കൂടി അവിടെ പ്രസ് ക്ലബിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമെന്നും, എന്നാൽ മുഹമ്മദ് റിയാസ് തോറ്റാൽ തലമുട്ടയടിച്ചാൽ മതി, കടുക്കനിടേണ്ടതില്ല എന്നും പറഞ്ഞിട്ട് അദ്ദേഹം ഒരു ബെറ്റ് പ്രഖ്യാപിച്ചു. മുഹമ്മദ് റിയാസ് തയ്യാറുണ്ടോ എന്ന് അദ്ദേഹം ചോദിച്ചു. പക്ഷേ മുഹമ്മദ് റിയാസ് ഇതുവരെ അതിന് തയ്യാറായിട്ടുള്ളതായി നമ്മൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അൻവറിൻ്റെ ഈ മുട്ടയടിയും ഈ കമ്മലിടലിൻ്റെയും ഈ ബെറ്റ് അവിടെ ഇങ്ങനെ നിലനിൽക്കുകയാണ്. മുഹമ്മദ് റിയാസിന് പരാജയ ഭീതി ഉള്ളതുകൊണ്ടാണ് മുഹമ്മദ് റിയാസ് ആ ബെറ്റിൽ തന്നോടൊപ്പം പങ്കെടുക്കാത്തത് എന്നാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ ഞാൻ ഈ അൻവറിൻ്റെ ഈ പ്രഖ്യാപനം കണ്ടതിന് തുടർന്ന് അദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചിരുന്നു. ഞാൻ ചോദിച്ചു, അത് എങ്ങനെയാണ് താങ്കൾ അവിടെ ജയിക്കുമെന്ന് പറയുന്നത്? കാരണം 29,000 വോട്ടിനാണ് അവിടെ മുഹമ്മദ് റിയാസ് 2021 ജയിച്ചത്. അവിടെ എങ്ങനെയാണ് താങ്കൾ ജയിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഷാജഹാൻ, അവിടെ ഒരു വികസന പ്രവർത്തനം നടന്നിട്ടില്ല. വികസന പ്രവർത്തനങ്ങളൊക്കെ അവിടെ നടന്നു എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ പ്രഖ്യാപനങ്ങൾ മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ ബേപ്പൂർ തുറമുഖത്ത് നേരത്തെ ഒരുപാട് കപ്പൽ വരുമായിരുന്നു, ഇപ്പോൾ 2-3 കപ്പൽ മാത്രമേ വരുന്നുള്ളൂ. അവിടെ എന്തോ ഒരു പാർക്കുണ്ടാക്കിയതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിൽ മരുമകൻ അവിടെ വലിയ വികസന പ്രവർത്തനമൊന്നും അവിടെ നടത്തിയതായിട്ട് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഞാൻ 3-4 മാസക്കാലമായി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ജയിക്കുമെന്ന് 100% ഉറപ്പാണ്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ഈ ബെറ്റുമായിട്ട് രംഗത്ത് വന്നിരിക്കുന്നത്. മുഹമ്മദ് റിയാസ് ആണെങ്കിൽ മുഹമ്മദ് റിയാസ് അതുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളൊന്നും പറഞ്ഞിട്ടുമില്ല. സുഹൃത്തുക്കളെ, ഞാൻ സ്വതന്ത്രമായൊരു അന്വേഷണം അവിടെ നടത്തിയപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അൻവർ 2-3,000 വോട്ടിന് അവിടെ ജയിക്കാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ്. അതിൽ ഞാൻ കണ്ട 2-3 കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറയാം. അതിലൊന്ന്, വലിയ തോതിലുള്ള മുസ്ലിം വോട്ടുകളുടെ വലിയ തോതിലുള്ള ഏകീകരണം അൻവറിന് അനുകൂലമായി ബേപ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് വലിയൊരു അഡ്വാൻറ്റേജാണ് അൻവറിനെ സംബന്ധിച്ചിടത്തോളം. അതോടൊപ്പം തന്നെ കേരളത്തിലാകമാനം ശക്തമായി അലയടിക്കുന്ന സർക്കാർ വിരുദ്ധത, കേരളത്തിലാകമാനം ശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിരുദ്ധത, അതിലുപരി ബേപ്പൂർ മണ്ഡലത്തിൽ ശക്തമായി അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരുമകൻ വിരുദ്ധത, അതെല്ലാം കൂടെ ചേർന്ന് കാലാകാലമായി CPM-ന് വോട്ട് ചെയ്തുകൊണ്ടിരുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇത്തവണ അൻവറിന് വോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ മലബാറിൽ ആഞ്ഞടിച്ചിട്ടുള്ള മുസ്ലിം ഏകീകരണം, അതോടൊപ്പം തന്നെ CPM-ൻ്റെ വോട്ട് ബാങ്കിൽ ഉണ്ടായിട്ടുള്ള വലിയ ചോർച്ച, അത് രണ്ടും PV അൻവറിന് വലിയ ഗുണമായിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. PV അൻവർ ഈ മരുമോനിസത്തിനും പിണറായിസത്തിനുമെതിരെ നടത്തുന്ന പോരാട്ടം അവിടുത്തെ CPM-കാർ നെഞ്ചേറ്റിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്.
പിന്നെ നമുക്കറിയാലോ വലിയ ജനകീയനായിട്ടുള്ള ഒരു നേതാവാണ് PV അൻവർ. അയാളുടെ ജനകീയതയും അവിടെ ഗുണമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പിണറായി വിരുദ്ധതയുടെയും ഈ സർക്കാർ വിരുദ്ധതയുടെയും മുസ്ലിം ഏകീകരണത്തിൻ്റെയും എല്ലാം വലിയ തോതിലുള്ള നേട്ടത്തിൻ്റെ തേരിലേറി അൻവർ ഒരു 2-3 വോട്ടുകൾക്ക് അവിടെ ജയിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ആ സാധ്യത മുഹമ്മദ് റിയാസിനും കൂടി ബോധ്യപ്പെട്ടതുകൊണ്ടാണ് അൻവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ പന്തയത്തിൽ പങ്കെടുക്കാൻ പിന്നെ മുഹമ്മദ് റിയാസ് താല്പര്യം കാണിക്കാത്തത് എന്നുമാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ബേപ്പൂരിൽ നിന്നും ഇത്തവണ ആദ്യമായി ഒരു UDF MLA ഉയർന്നു വരാനുള്ള സാധ്യത വളരെ വളരെ വലുതാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.